ഇങ്ങനെ ഇരുന്നൊരു സംസാരം നടത്തലാണ്. എൻ്റെ ഒരു ഇപ്പോൾ മതസൗഹൃദ സംഭാഷണങ്ങളൊക്കെ പലപ്പോഴും പലരും കേൾക്കാറുണ്ടാവും. പക്ഷെ അതങ്ങനെ പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇങ്ങനെ ചേർന്ന് ഈ സായാഹ്നത്തിലൊക്കെ ഇരുന്ന് പരസ്പരം പറഞ്ഞും അനുഭവങ്ങളൊക്കെ പറഞ്ഞുമൊക്കെ പോകുന്ന രീതി എത്രയോ മനോഹരമാണ്. ഇവിടെ നേരത്തെ മാരിയ അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് യാത്ര ചെയ്തത്. ഞാനതിങ്ങനെ കേൾക്കുകയായിരുന്നു. നമുക്ക് ചെയ്യാനാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാലുഷ്യങ്ങളുടെ കാലത്ത് പരസ്പരം അറിയുകയും പരസ്പരം സംവദിക്കുകയും ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ്. എനിക്ക് തോന്നുന്നത് മനുഷ്യൻ്റെ ഒക്കെ അഭിപ്രായങ്ങൾ പലതാവാം. പക്ഷേ ആ അഭിപ്രായങ്ങൾക്ക് അപ്പുറത്ത് സംയോജനത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും ആവശ്യം. ഇവിടെ ഈ പ്രമേയം തന്നെ പ്രധാനമാകുന്നത് സ്വരലയങ്ങളുടെ ഒരു സംയോജനമാണ്. പല സ്വരങ്ങൾ ഒരുമിച്ചു ചേരുമ്പോഴുണ്ടാകുന്ന സംഗീതത്തിൻ്റെ ഒരു ലയം, ആസ്വാദ്യത അതുപോലെ മനോഹരമായിട്ടാണ് എല്ലാ മനുഷ്യരുടെയും അഭിപ്രായങ്ങളെ യോജിപ്പിച്ചു നിർത്താൻ കഴിയുക എന്നത്. അഭിപ്രായം എന്ന് പറയുന്നത് തന്നെ സാധാരണ അതിന് മതം എന്നാണ് പറയാം. മതം അഭിപ്രായം എന്ന് പറയും. ഭിന്ന മതങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കാറുള്ളത് ഇസ്ലാം മതം, ഹിന്ദുമതം എന്നൊക്കെയാണെങ്കിലും ഓരോ ജീവിതത്തിൻ്റെയും ഭിന്ന അഭിപ്രായങ്ങളെ ഒക്കെ മതം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എല്ലാ മനുഷ്യരും ഓരോരുത്തരും ഭിന്നാഭിപ്രായക്കാരായ ഭിന്ന മതവിഭാഗികളാണ്. എല്ലാവരും ഓരോരുത്തരും അവരവരുടെ വിശ്വാസം. അപ്പോൾ മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കത്തിൽ, അയാളുടെ വ്യാഖ്യാനത്തിൻ്റെ ഉള്ളടക്കത്തിൽ വരുന്ന ഒരു വ്യത്യസ്തമായൊരു അഭിപ്രായം ഉണ്ടാവും. മറ്റൊരാൾക്ക് മറ്റൊരു അഭിപ്രായമായിരിക്കും. അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെ ഒരു താളമാണ് നമുക്ക് എവിടെയും നമുക്ക് കാണാൻ സാധ്യമാവും. പക്ഷെ അത് സമ്മതിക്കാതെ പോകുന്നിടത്താണ് എല്ലാ അപകടങ്ങളും, എല്ലാ ദുരന്തങ്ങളും. ഓരോരുത്തരുടെ അഭിപ്രായങ്ങളെയും ഓരോരുത്തരുടെയും അത്തരം വിശ്വാസങ്ങളെയും സമ്മതിച്ചുകൊണ്ട് അങ്ങനെ ഉൾച്ചേർന്ന് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുക എന്നതിൻ്റെ ഒരു മനോഹരമായ ഒരു പരിപ്രേക്ഷ്യം, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ ഇപ്പോൾ ഈ സായാഹ്നത്തിൽ നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യയെ പോലെ ഒരു മഹത്തായ രാജ്യത്തിൻ്റെ പ്രത്യേകതയായി നമ്മൾ കാണുന്നത് എല്ലാ അഭിപ്രായങ്ങളെയും ഒരുമിച്ചു ചേർത്ത് നടത്താൻ ഇന്ത്യയുടെ ചരിത്രത്തിന് സാധിച്ചു എന്നതാണ്. അത് ഇന്നൊന്നും തുടങ്ങിയതല്ല, എന്നോ തുടങ്ങി വെച്ചതാണ്. ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ചരിത്രകാരന്മാരെല്ലാവരും പറയും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, വ്യത്യസ്ത മതങ്ങൾ, കാഴ്ചപ്പാടുകൾ. അത് ഋഗ്വേദം തുടങ്ങുന്ന കാലം മുതൽ, എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ചരിത്ര കാലം എന്ന് പറയുന്ന വേദകാലം മുതലേ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് ഇവിടെ ഇടമുണ്ടായിരുന്നു എന്നത് നമുക്ക് പഠിക്കാനാവും. അപ്പം ആ വ്യത്യസ്ത അഭിപ്രായങ്ങളെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ഇത്തരം ഒരു വേദികൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും അതിന് വിദ്യാഭ്യാസമോ വലിയ വിവരമോ ഒന്നും വേണമെന്നില്ല. മനുഷ്യത്വം ഉണ്ടായാൽ മതി, മനുഷ്യനായി മാറുക എന്നതുണ്ടായാൽ മതി. നമുക്ക് ഏറ്റവും ആവശ്യവും അതാണ്. നല്ല സ്വഭാവം ആർജിക്കുക, നല്ല മനുഷ്യനാവുക, നല്ല കാരുണ്യമുള്ള ഒരാളായി മാറുക. ഇങ്ങനെയൊക്കെയുള്ള ജീവിതത്തിൻ്റെ ചില മൂല്യങ്ങളെ, ആ മൂല്യങ്ങളെയാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ പ്രവാചകനോട് തന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് നബിയെ മതം? ഞാൻ ആ ഉത്തരം എപ്പോഴും ഇങ്ങനെ ആലോചിച്ചു പോകാറുണ്ട്. പ്രവാചകന്റെ മറുപടി ഇതായിരുന്നു, മതം എന്നാൽ ഉത്കൃഷ്ടമായ സ്വഭാവമാണ്. സാധാരണ പറയാറുള്ളത് പോലെയുള്ള മതത്തിൻ്റെ അതിർവരമ്പുകൾ ഇന്നതൊക്കെയാണ് എന്ന് പറയലായിരുന്നില്ല, മറിച്ച് ഏറ്റവും നല്ല സ്വഭാവത്തിനാണ് മതം എന്നായിരുന്നു. അപ്പം നല്ല സ്വഭാവമുള്ള മനുഷ്യൻ നല്ല വിശ്വാസിയാണെന്നർത്ഥം. അങ്ങനെ പറയുമ്പോഴും പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രവാചകരെ മതമെന്ന്. അപ്പോൾ അവസാനം ഒരു ഉത്തരം നൽകുന്നത് ഇങ്ങനെയാണ്, മതം നിനക്ക് കോപം വരാതിരിക്കുന്നിടത്താണ്, ദേഷ്യം വരാതിരിക്കുന്നിടത്താണ് മതം. മനുഷ്യന് ദേഷ്യം വരുമ്പോൾ എന്തുമാവുന്നു, അവൻ മൃഗമായി മാറുന്നു. ആ അവസ്ഥകളില്ലാതെ പോകുന്നിടത്താണ് മതം എന്ന് പറയുന്നു. ഇതാണ് നമ്മുടെ രാജ്യവും സൂക്ഷിച്ച ഒരു വലിയ പ്രാർത്ഥനയും അതാണല്ലോ. നമ്മുടെ നാട്ടിലെ ഉപനിഷത്തുകളിലൊക്കെയുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഇതാണ്, ദൈവമേ ഞങ്ങളെല്ലാവരെയും
ഒരു വിദ്വേഷവും ഇല്ലാതെ ജീവിപ്പിക്കണമെന്നാണ്. മാ വിദ്ദുഷാവഹൈ എന്നാണ്. ഞങ്ങൾക്ക് വിദ്വേഷമില്ലാതാക്കണം. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്ദുഷാവഹൈ എന്നാണ്. ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാനാവണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാവണം. സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ, ഞങ്ങളുടെ പ്രവൃത്തിയെ വീര്യമുള്ളതാക്കി മാറ്റണം, ഊർജ്ജസ്വലമാക്കണം. ഞങ്ങളുടെ വിദ്യാഭ്യാസത്തെ അതീതമായിട്ടുള്ളതിനെ കൂടുതൽ പ്രകാശവത്താക്കണം. മാ വിദ്ദുഷാവഹൈ, ഞങ്ങൾക്ക് യാതൊരു തരത്തിൽ പരസ്പരം വിദ്വേഷമില്ലാത്തൊരു ജീവിതം തരണം. ഓം ശാന്തി 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 എന്നാണ്. അങ്ങനെ ഒരു ശാന്തമായ ശാന്തി 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 എന്നതിന് 3 വലിയ അർത്ഥത്തിലുള്ളൊരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ആശയതലമുണ്ട്. ഞാനത് വിശദീകരിക്കുകയല്ല. പക്ഷെ എന്നാലും അവിടെയെല്ലാം നമ്മുടെ പ്രാർത്ഥനകളുടെ ഒരു പ്രത്യേകത അതാണ്. കാണുന്നതും സമാധാനം, കേൾക്കേണ്ടതും സമാധാനം. ഓം ഭദ്രം പശ്യാമി, കാണുന്നത് സമാധാനമാവണം. ഓം ഭദ്രം കർണേ വിശൃണുയാമദേവ, കേൾക്കുന്നത് സമാധാനമാവണം. അപ്പം എല്ലാത്തിനും അങ്ങനത്തെ ഒരു സമാധാനത്തിൻ്റെയും നന്മയുടെ ഒരു വഴി പറഞ്ഞു തരുന്നു. ഈ ആശയങ്ങളെ നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ പ്രകടിപ്പിക്കാനും പ്രകാശിപ്പിക്കാൻ സാധിക്കാതെ പോയതാണ് ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് കാണുന്ന വലിയ സംഘർഷങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, നല്ല വിശ്വാസികൾ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ നമ്മൾ സൂഫികളെ കണ്ടിട്ടുണ്ട്. സൂഫികളുടെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാനാവും. ഇന്ത്യയിലെ സൂഫികളുടെയൊക്കെ ഒരു ചരിത്രത്തിൻ്റെ പ്രത്യേകത, ഇന്ത്യയിലെ എല്ലാ മനുഷ്യരെയും അവർ ചേർത്ത് പിടിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഖാജ മൊയ്നുദ്ദീൻ, അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം, അവിടെ ടാൻസനെ പോലെ, ടാൻസൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പാട്ടുകാരനാണ്. ടാൻസൻ വന്നിരുന്നു, അദ്ദേഹത്തിൻ്റെ സദസ്സിലിരുന്ന് പാടി, അദ്ദേഹത്തിൻ്റെ ഖാൻഗാഹിൽ, അദ്ദേഹത്തിൻ്റെ പർണശാലയിൽ വന്നിരുന്നു പാടി. ഒട്ടേറെ വലിയ കവികൾ, പാട്ടുകാർ, അവരൊക്കെ വന്നിരുന്ന് ഈ പറയപ്പെടുന്ന സൂഫികളുടെ പർണശാലയിൽ ഇരുന്ന് പാടുകയും എഴുതുകയും ചെയ്തു. അമീർ ഖുസ്രു, നമുക്കറിയാം, ഇന്ത്യയുടെ ആകാശത്ത് വിരിഞ്ഞ ഒരു പുഷ്പമാണ്, മനോഹരമായ ഒരു കവിതാ പുഷ്പമാണ് അമീർ ഖുസ്രു. പക്ഷെ അമീർ ഖുസ്രുവും അതുപോലെ തന്നെ ഈ ചിഷ്തി സൂഫികളൊക്കെ തമ്മിലുണ്ടായിരുന്ന ബന്ധം പ്രധാനമാണ്. നിസാമുദ്ദീൻ ഔലിയയുമായൊക്കെ ബന്ധം പ്രധാനമാണ്. അപ്പം അവിടെയെല്ലാം നമ്മൾ കാണുന്നത് വിശ്വാസ പൂർണിമ എന്നതിന് വേറിട്ട് നിൽക്കലല്ല, ചേർന്നു നിൽക്കലാണ് എന്ന ബോധ്യം ഇന്ത്യയിൽ ഈ പറയപ്പെട്ട ആളുകളെല്ലാവരും കാണിച്ചു തന്നതാണ്. ഇന്ത്യയിലെ ഹിന്ദുസ്ഥാനി സംഗീതത്തെക്കുറിച്ച് പോലും ചില ചരിത്രകാരന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ചിഷ്തി സൂഫികളുടെ പർണശാലയിൽ അവിടെ ഒരു നിലാവ് പോലെ പെയ്തിറങ്ങിയതാണ് ഹിന്ദുസ്ഥാനി സംഗീതം എന്നാണ്. അപ്പോൾ എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ, അവിടെ ഈ സംഗീതം ഇങ്ങനെ പരന്നൊഴുകിയിരുന്നു. നമ്മൾ കേൾക്കുമ്പോഴേക്കും ഓടിപ്പോകുന്ന ഒന്നല്ല സംഗീതം. ജീവിതത്തെ ആനന്ദിപ്പിക്കുകയും ചേർത്തു നിർത്തുകയും ചെയ്യുന്ന ഒന്നായിരുന്നു ആ സംഗീതം. അതുകൊണ്ട് ഹിന്ദുസ്ഥാനിയുടെ ഒരു കാലത്തിൻ്റെ അതിൻ്റെ പ്രഭവ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനാവുന്നത് സൂഫികളുടെ പർണശാലകളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിശ്വാസം നന്മകൾക്ക് തടസ്സമാകുന്നില്ല, വിശ്വാസി ചേർന്നു നിൽക്കുന്നതിനും തടസ്സമാകുന്നില്ല. അപ്പം എൻ്റെ അനുഭവം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ സംസ്കൃതം പഠിച്ച ആളാണ്. എൻ്റെ സംസ്കൃത പഠനത്തിന് പ്രധാന കാരണം എൻ്റെ പിതാവ് തന്നെയാണ്. വാപ്പ നിർബന്ധിച്ചു, ഞാൻ പഠിച്ചു. ഒരുപക്ഷെ അന്ന് SSLCക്കൊക്കെ എനിക്ക് കുറച്ച് നല്ല മാർക്കുണ്ടായിരുന്നു എന്ന് അഭിമാനിക്കുന്ന ഒരാളാണ്. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നമുക്കൊക്കെ 100% മാർക്ക് എന്ന് പറയുന്ന ഒന്നും ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ A+ എന്ന് പറയുന്ന സംവിധാനം ഒന്നില്ല. പക്ഷെ അന്ന് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ക്ലാസ്, അതുപോലെ തന്നെ ഡിസ്റ്റിങ്ഷൻ എന്നൊക്കെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു 73% മാർക്കൊക്കെ ഉണ്ടായിരുന്നു. 73% മാർക്കുള്ള ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പോ സെക്കൻഡ് ഗ്രൂപ്പോ ഒക്കെ എടുത്തു പോകാം. പക്ഷെ എൻ്റെ വാപ്പ കൊണ്ടുപോയി നേരെ വീണ്ടും സംസ്കൃതം മെയിനായി നിൽക്കുന്ന, അതിൻ്റെ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അന്ന് ശ്രീശങ്കര കോളേജിലുണ്ട്. അത് പിന്നെ 5th ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ തന്നെ ചേർത്തു. അപ്പോൾ പ്രിൻസിപ്പാൾ തന്നെ ചോദിക്കുന്നുണ്ട്, ഈ കുട്ടി എന്തിനാണ് സംസ്കൃതം പഠിപ്പിക്കുന്നത്? അപ്പോൾ സംസ്കൃതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് എനിക്കും തന്നെ തോന്നിയതും അതുപോലെ തന്നെ പലർക്കും തോന്നിയിട്ടുള്ളതും ഒരു 210 മാർക്കൊക്കെ വാങ്ങിയ ആളുകൾക്കൊക്കെ പറ്റിയൊരു പരിപാടിയാണെന്ന്. പക്ഷേ
മനസ്സിലായ മറ്റൊരു കാര്യം, അവിടെ കൂടിയിരുന്ന എൻ്റെ സുഹൃത്തുക്കളിലൂടെ എനിക്ക് ജീവിതത്തെ കുറച്ചുകൂടി നന്നായി വായിക്കാൻ കഴിഞ്ഞു. അപ്പം ഞാൻ പറയാം, ഞാൻ ജാമിയ നൂരിയയിലാണ്, പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്നാണ് മതബിരുദം പൂർത്തിയാക്കിയത്. ഈ മതബിരുദ പൂർത്തീകരണത്തിന് വേണ്ടി പോകുമ്പോൾ എൻ്റെ കൂടെ KSRTC വരെ, അതായത് തൃശ്ശൂർ KSRTC സ്റ്റാൻഡ് വരെ എൻ്റെ കൂടെ അന്നൊരു എൻ്റെ സഹപാഠി ഉണ്ടായിരുന്നു. അവനെല്ലാം കഴിഞ്ഞ് പോകുന്ന നേരത്ത് അവൻ്റെ വീട്ടിലേക്ക് ഒരു കത്തയക്കണം എന്ന വ്യാജേന എൻ്റെ കയ്യിലൊരു പൊതി പിടിപ്പിച്ചു. അതിനകത്ത് കുറച്ച് പറഞ്ഞാൽ, അന്ന് എത്രയോ വർഷം മുമ്പാണ്, 10-25 വർഷം മുമ്പ്, ഒരു 500 രൂപ നോട്ടും അതോടൊപ്പം തന്നെ അവൻ്റെ അഡ്രസ്സും വെച്ചു. ഞാൻ പറയുന്നത് അവൻ്റെ പേര് ഉത്തമൻ എന്നാണ്. അങ്ങനെ സഹിക്കാനാവാതെ വിടർന്നു പോകുമ്പോൾ വിരഹവേദന കൊണ്ട് സഹിക്കാനാവാതെ പോകുന്ന ഒരു ബന്ധം, അത് ആ കുടുംബങ്ങളോട് തന്നെയും ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചത് എൻ്റെ ഈ പഠന മേഖലയിലൂടെ ഞാൻ സഞ്ചരിച്ചത് കൊണ്ടാണ്. അപ്പം നമുക്ക് അറിയാത്ത മേഖലകളെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയുക എന്നുള്ളത് പ്രധാനമാണ്. ഇവിടെ സലാം സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്നത് അങ്ങനെയുള്ള ഇടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, ഞാൻ പറയുന്നത് ഇതൊരു കാഷ്വലായി പ്രസംഗിച്ചു പോകാൻ വേണമെങ്കിൽ ഇപ്പോൾ കുറേ അടക്കി വെച്ച വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു പോകാം. പക്ഷെ അതിനേക്കാളേറെ എനിക്ക് തോന്നിയത്, ഇങ്ങനെ കൂടിയിരുന്ന് നിങ്ങളൊക്കെ സംസാരിക്കുന്നു, നമ്മളും സംസാരിക്കുന്നു, ആ രീതിയിൽ ഇതിൻ്റെ ഒരു പരസ്പരമുള്ള ആ ഒരു സംസാരങ്ങളിലൂടെ തന്നെ വളർന്നു വരുന്ന ഒരു സൗഹൃദമാണ് നമ്മുടെ നാടിന് ഇന്ന് ആവശ്യമായത്. പണ്ടൊക്കെ ഈ ചായപ്പീടികകളുണ്ടായിരുന്നു അല്ലേ, പഴയ ചായപ്പീടികകൾ. അവിടെ പോയിരുന്ന ആളുകൾ സംസാരിക്കും, അവിടെ എല്ലാവരും ഉണ്ടാവും. അവർ സംസാരിക്കും, ചിലപ്പോൾ തല്ലും, പരസ്പരം തമ്മിലടിക്കും, എല്ലാം കഴിഞ്ഞ് പരസ്പരം വലിയ സൗഹൃദത്തിലാവും. ഇന്ന് നമുക്ക് ചായപ്പീടികയില്ല, പക്ഷെ ചായപ്പീടികയുടെ മറ്റൊരു സംസ്കാരം പടർത്താൻ പറ്റിയ ഒരു സംഭവമുണ്ട്. അത് നമ്മുടെ കട്ടിലിലോ നമ്മുടെ കസേരയിലോ നമ്മൾ മാത്രം ഒതുങ്ങിയിരുന്ന് നമ്മളൊരു ഫോൺ കയ്യിൽ പിടിച്ച് അതിനകത്ത് വാട്സപ്പിലൂടെ എന്ത് നീച പ്രവൃത്തിയും ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ വാക്കും ഉച്ചരിക്കും. പക്ഷെ ആരെയും നമ്മൾ കാണൂല, നമ്മൾ ആരോടും ബന്ധമില്ല. നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു കസേര പോലും എടുത്തിടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എല്ലാം വിദ്വേഷമാണ്, എല്ലാം ഇത്തരത്തിലുള്ള സ്പർദ്ധ വളർത്താൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തികൾ മാത്രമാണ്. അങ്ങനെ പോകുന്നു. അതേസമയം കൂടിയിരുന്ന വർത്തമാനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അപ്പോൾ ഇനി ഒരു ഷണ്ട ഉണ്ടായാലും ആ ഷണ്ട വേറൊരു മധ്യസ്ഥൻ അവിടെ തന്നെ ഉണ്ടാകുന്നു, അയാൾ അവസാനിപ്പിച്ചു കളയുന്നു. അതാണ്. അപ്പം അങ്ങനെ നമുക്ക് ചേർന്ന് പോരാൻ കഴിയുന്ന ഒന്ന് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിലൊക്കെ തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് 2 വലിയ മനുഷ്യന്മാർ മരിച്ചു. 2 പേരുടെയും ഒരു വലിയ പ്രത്യേകത, ഞാൻ ഈ 2 പേരെയും ഒറ്റ ദിവസം കണ്ട ആളാണ്. കാരണം മാതൃഭൂമിയുടെ നവതി ആഘോഷ പരിപാടിക്ക് എറണാകുളത്ത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോഴാണ് അവിടെ ഒരു ക്ഷണിക്കപ്പെട്ടൊരു അതിഥിയായിട്ട് ഞാനും പോയിരുന്നു. അവിടെ അങ്ങനെ ആ ഒരു സദസ്സിൽ സ്റ്റേജിൽ ആ തറവാട്ടുകാർന്നവരുടെ പ്രൗഢിയോടെ ഒരു കാല് മറ്റൊരു കാലിൽ എടുത്തു വച്ചിരിക്കുന്ന MT എൻ്റെ മുമ്പിലൊരു ചിത്രമുണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴാണ് മൻമോഹൻ സിംഗ് വരുന്നത്. മൻമോഹൻ സിംഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു റോബോട്ടിക് മൂവ്മെൻ്റ് ആണെന്ന് തോന്നിപ്പോകും. അതായത് അദ്ദേഹം എണീറ്റു, അദ്ദേഹം ഇരുന്നു, അദ്ദേഹം പ്രസംഗിച്ചു, അദ്ദേഹം തിരിഞ്ഞു, അതൊക്കെ വളരെ കൃത്യമാണ്. അദ്ദേഹം പ്രസംഗിക്കാൻ വന്നാലും അദ്ദേഹം ഇരുന്നാലും അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ആ സ്പീച്ചിങ് ടേബിളിൻ്റെ മുമ്പിൽ ചെന്ന് നോക്കുന്നൊക്കെ അങ്ങനെ ആലോചിച്ചാൽ എല്ലാത്തിനും ഒരു അളന്നു കുറിച്ച പോലത്തെ ഒരു സ്വഭാവമുണ്ട്. അതുപോലെ ഒരു അളന്നു കുറിച്ച ഒരു സ്വഭാവത്തിലും ഭാഷയിലുമാണ് മൻമോഹൻ സിംഗ് സംസാരിക്കാറുള്ളത്. പക്ഷെ മൻമോഹൻ സിംഗ് ഒരു വലിയ മനുഷ്യനായിരുന്നു. ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ പതിത സമൂഹങ്ങളെ അഭിസംബോധന ചെയ്തു എന്നുള്ളതാണ്. ഇന്ത്യയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയാകുമ്പോൾ ആദ്യം ചെയ്ത പണി ഒരു രജീന്ദ്ര സച്ചാർ കമ്മിറ്റി, ജസ്റ്റിസ് രജീന്ദ്ര സച്ചാർ കമ്മിറ്റി അദ്ദേഹമാണ് ഫോം ചെയ്തത്. അദ്ദേഹം അത് ഉദ്ദേശിച്ചത് ഇതാണ്, ഇന്ത്യയിലെ ഏറ്റവും പതിതമായിട്ടുള്ള സമൂഹത്തിൻ്റെ ഘടന എന്താണ്, അതിനെക്കുറിച്ച് പഠിക്കുകയും അറിയുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. അതറിഞ്ഞു, അതിനെക്കുറിച്ചുള്ള അതിനുവേണ്ട എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു. അങ്ങനെ ഒരു മനുഷ്യൻ. അദ്ദേഹം മറ്റൊരു സമയത്തൊരിക്കൽ പത്രക്കാരെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ലണ്ടനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഡോക്ടർ ഹനീഫ്, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ കരച്ചിലിൻ്റെ മുമ്പിൽ ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. അങ്ങനെ ഉറങ്ങാൻ കഴിയാത്തൊരു പ്രധാനമന്ത്രി എന്ന മനുഷ്യനെ നമ്മൾ അങ്ങനെ കാണുകയാണ്. MT വേറൊരർത്ഥത്തിൽ മറ്റൊരു മനുഷ്യനാണ്. MTയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൊക്കെ തന്നെ പറയുന്ന, അദ്ദേഹം അമ്മക്ക് എഴുതിയൊരു കത്തുണ്ട്. അമ്മക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആ കത്ത്. അതിൽ ആ പുസ്തകം തന്നെ വായിക്കുമ്പോൾ നമുക്കറിയാം, അമ്മ ഇതുപോലെ ഹൃദയഹാരിയായി എല്ലാവരുടെയും ഇടയിൽ, എല്ലാ സമൂഹങ്ങൾക്കും ഇടയിൽ ജീവിച്ചൊരമ്മ. അവസാനം കൊടുങ്കാറ്റുള്ള ദിവസം അബൂബക്കർ വന്ന് മുറ്റത്ത് നിൽക്കുമ്പോൾ അബൂബക്കറിനെയും കുടുംബത്തെയും വീട്ടിലേക്ക് കയറ്റിയാൽ, അന്നത്തെ കാലത്തെ ചില പ്രത്യേക വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് സ്ത്രീകൾക്ക് ആർത്തവകാലം ഉണ്ടാകുമ്പോൾ കയറ്റാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് അത് പറ്റില്ല, മറിച്ച് അവർക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കൂ,
ഇനി എവിടെയും സ്ഥലമില്ലെങ്കിൽ ഭഗവതിയുടെ തച്ചിൻ മുകളിൽ തന്നെ അവർ കിടന്നോട്ടെ എന്ന് പറയുന്ന തരത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരു വലിയ സാഹിത്യകാരൻ്റെ ജീവിതവും നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് നാട് ജീവിച്ചത് എന്ന് കൂടി നമ്മൾ അറിയണം. ഭേദങ്ങളില്ലാതെ ജീവിച്ച നാടാണ്. എവിടെയെങ്കിലും അതല്ലാത്ത സ്പർദ്ധയും രൗദ്രതയും വിദ്വേഷവും പടരുന്നൊരവസ്ഥക്കെതിരായിട്ടാണ് ഈ മൂവ്മെൻറ്റ് അലകളായി അലകളായി പടർന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയുടെ ഒരു മനോഹരമായ ഒരു നാദസ്വര ലയമായി അങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും അഭിവാദ്യം.